അപ്പുറത്തോട്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. ഇവിടുത്തെ ഗവൺമെന്റാണ്. ദുരന്തങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം ഇലക്ഷനെ മുൻനിർത്തി മാത്രം സൃഷ്ടിക്കപ്പെടുന്നവയാണ്. സെങ്കുട്ടിയുടെ മരണത്തോടെ അറിവിലും നമുക്കും അനുകൂലമായി തീർന്ന ഈ ജനവികാരത്തെ അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുവാൻ നടവന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ തലയ്ക്ക് പോലെ തൂങ്ങുന്ന ആ കൊലക്കേർ ഒരു ദിവസം നമ്മുടെ കഴുത്തിൽ വീഴുക തന്നെ ചെയ്യും. മുരുക, ഇത് ഗവൺമെന്റ് തന്ന ഔദാര്യമല്ല, ഷിർദി സായിബാബ നമുക്ക് തന്ന അനുഗ്രഹം. കഴിഞ്ഞ രാത്രി സ്വപ്നത്തിലും ഭാവദർശനത്തിലും എന്നോടത് പറയുകയുണ്ടായി. ഉള്ളൊരു ജയിൽ മാഗസിന്റെ എഡിറ്റോറിയലിൽ ഈ കാര്യങ്ങൾ എഴുതണമെന്ന് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കേരളാവിലെ ചോറ്റാനിക്കര അമ്മൻ കോവിലിൽ പോയി ദർശനം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ നാട്ടിലെ ജയിലിൽ കിടന്നുകൊണ്ട് നിനക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നില്ലാണ് എനിക്ക് അത്ഭുതം. സ്വന്തം ജനതയെ പോലും ശത്രുവിനോടുന്ന പോലെ പെരുമാറുന്ന ഭരണകൂടം ആയിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയ ഇന്ത്യൻ സർക്കാർ നമ്മൾ രണ്ടുപേർക്ക് വേണ്ടി അവരുടെ നിയമങ്ങൾ മാറ്റി എഴുതുമെന്ന് നീ വിശ്വസിക്കുന്നു ശാന്ത? ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് മുരുക. ഇന്ത്യൻ ജുഡീഷ്യറിയിലല്ല, ബാബയുടെ അനുഗ്രഹത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈഴം തമിഴിന്റെ ദുരിതങ്ങൾക്ക് മീതെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ശക്തി ഒന്നേ ഉള്ളൂ, ക്യാപ്റ്റൻ വേലുപ്പിള്ള പ്രഭാകർ. ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ പോലും സ്വന്തമായൊരു ഭരണകൂടവും വില്ലേജ് ഓഫീസ് തൊട്ട് വിമാനത്താവളം വരെ ഉണ്ടാക്കിയ സൈനിക വീരൻ. ഭരണ നൈപുണ്യം ഇനി പ്രഭാകരനെ കണ്ടുപഠിക്കട്ടെ ഇന്ത്യൻ ഭരണാധികാരികൾ. അന്യനാട്ടിൽ ചൊരിഞ്ഞ ചോരയ്ക്ക് സ്വന്തം മണ്ണിൽ തിരിച്ചടി കിട്ടുമെന്നുള്ള പാഠം പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ തലൈവർ. ഈഴം തമിഴിന്റെ ആത്മരോഷങ്ങൾക്ക് മുൻപിൽ ഇന്ത്യൻ സുപ്രീം തലകുനിക്കേണ്ട ദിവസം വരും, കണ്ടിപ്പാ വരും. എന്നറിവ് ഞാൻ சொன்னது ഉണ്மைதானே? മുരുകണ്ണ, നിങ്ങളുടെയൊക്കെ ഈ മൂഢവിശ്വാസമുണ്ടല്ലോ, അതാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. 126 കോടി ജനങ്ങളും ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട സൈനിക ശേഷിയും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു മഹാരാജ്യത്തെ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒത്താശയിൽ കഴിയുന്ന പ്രഭാകരന്റെ പുലിക്കൂട്ടത്തിന് തറ പറ്റിക്കാനാവുമെന്ന മൂഢവിശ്വാസം എന്താണ് മുരുകണ്ണ അറിയാനുള്ളത്? തമിഴ് ജനതയുടെ അടിമബോധത്തെ ചൂഷണം ചെയ്ത് പ്രഭാകരൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ്. തന്നെയും തന്റെ സംഘടനയെയും അംഗീകരിക്കാത്ത എത്ര തമിഴരെയാണ് പ്രഭാകരൻ കൊന്നു തള്ളിയത്? എത്ര തമിഴരെയാണ് ജീവിച്ച കാണാമെന്ന് നിന്ന് കവർ ചെയ്ത് ആട്ടി ഓടിച്ചത്? വടക്കൻ പ്രവിശ്യയിൽ കാലങ്ങളായി തമിഴരോടൊത്ത് ജീവിച്ചിരുന്ന മുഴുവൻ മുസ്ലിം സഹോദരങ്ങളെയും ഒരു ഫാസിസ്റ്റ് വാർലോഡിന്റെ ക്രൗര്യത്തോടെ കൊന്നൊടുക്കുകയും കുടിയൊഴിപ്പിക്കുകയും ചെയ്ത പ്രഭാകരനെയാണ് മുരുകണ്ണ എന്റെ രാജ്യം മാതൃകയാക്കേണ്ടത്. ഒരേ സമയം ശ്രീലങ്കൻ സർക്കാരും പ്രഭാകരന്റെ സമാന്തര സർക്കാരും സ്വന്തം ജനതയെ പീഡിപ്പിക്കുന്നു. ഗതിയില്ലാതെ സ്വന്തം നാട്ടിൽ നിന്നും ഒളിച്ചോടി റെസ്ക്യൂ ക്യാമ്പുകളിൽ അഭയം തേടുകയും അന്യനാടുകളിൽ കുടിയേറുകയും ചെയ്യുന്ന മാനമില്ലാത്തൊരു ജനതയായി ശ്രീലങ്കൻ ജനതയെ മാറ്റിയത് ആരൊക്കെയാണ്? ഈ അവസ്ഥയിൽ നിന്റെ തലവരുടെ പിടിയിൽ 26 ഇന്ത്യക്കാരായിരുന്നുവെങ്കിൽ വിചാരണ എന്നൊരു വാക്കേ ഉണ്ടാകില്ലായിരുന്നു. 26 ഇന്ത്യൻ ശരീരങ്ങളിൽ വെടിവെച്ച് പരിശീലിച്ചാണ് പ്രഭാകരന്റെ പുലിക്കുട്ടികൾ. ഇവിടെ ഇന്ത്യൻ നിയമം ഇന്ത്യക്കാരനായി എന്നോട് പോലും കാണിക്കാത്ത മാന്യതയും മനുഷ്യത്വവും നിങ്ങളോട് കാണിച്ചു. മുരുകണ്ണ, സ്വന്തം ഭർത്താവിനെ വധിച്ച കേസിലെ 1-ാം പ്രതിയായ നിങ്ങളുടെ ഭാര്യ നളിനിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രീമതി സോണിയാഗാന്ധി സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. നിങ്ങളുടെ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടാതിരിക്കാൻ. ചിലപ്പോഴെല്ലാം തെറ്റുകൾ സംഭവിക്കാറുണ്ടെങ്കിലും ഒരുപാട് വലിയ ശരികളുടെ ആകത്തുകയാണ് എന്റെ ഭാരതം. പാരുക്കുള്ളേ നല്ല നാട്, പാരുക്കുള്ളേ നല്ല നാട്, എങ്കൾ ഭാരത നാട്.
പേരറിവിന് വിസിറ്റേഴ്സ് ഉണ്ട്. അമ്മാവായിരിക്കും. അറിവ്, നിന്റെ അമ്മയുടെ കണ്ണീരുണങ്ങിയ മുഖം കാണുമ്പോൾ എനിക്ക് ഈ നിന്റെ പെരിയ നാടിനോടുള്ള അമർഷം കൂടുതൽ. വാങ്ങേ, അവർ പേസട്ടെ. എന്താ ഇത്? നിന്റെ മുടിയെല്ലാം പോയല്ലോ, തടിയും കൂടി. ഇപ്പൊ പാത്താ എൻ ചിത്തപ്പ തിരുപ്പതില്ല, അവര് മാതിരി ഇരിക്ക്. നിന്റെ അഴകെല്ലാം പോയാ ചെറിവ്. வாழ்க்கையே പോയില്ലേ, അതൊക്കെ വരല്ല. ഉക്കാർക്കോ, എന്തായാലും നീ വന്നുവല്ലോ, അതും ഇപ്പൊ. നീ ഇന്നേക്ക് വരും നാളെ വരും എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ടാ മുന്നേ വരാൻ കഴിയാഞ്ഞത്. ഇപ്പൊ താൻ തെരിഞ്ഞത് നീ ഇനി വരമാട്ടേന്ന്. ഒരിക്കലും വരില്ലെന്ന് ശരിക്കും ബോധ്യമായതുകൊണ്ടാ ഇപ്പൊ വന്നത്. നന്നായി, നീ വന്നത് മാത്രമല്ല, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന തിരിച്ചറിവ് നിനക്കുണ്ടായത് അതിലേറെ നന്നായി. നീങ്ക പെരിയ ബുദ്ധിശാലി. അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടല്ലേ ഇനി തിരിച്ചു വരില്ല, എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്നൊക്കെ. അത് കളവല്ല കരിമൊഴി, സത്യം. നീ എൻകിட்ட പൊയ് சொல்லாதுன்னு എനിക്കറിയില്ലേ. ഇനി പൊയ്യാനായാലും നീ ചൊല്ലുവതെല്ലാം എനിക്കുണ്മൈ. എന്നാൽ ഉണ്മയിലെ വച്ചുക്കിറ് നൻപിക്കൈ അന്ത മാതിരി. തെരിയും കരിമൊഴി, തെരിയും. അല്ല, ഇതാര്? എനിക്കിങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ ഭയമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഉങ്ങൾക്ക് തെരിയാതാ പഴനി പണ്ട് അപ്പാവിടെ സൈക്കിൾ ഷോപ്പിൽ ഹെൽപ്പിന് നിന്നിരുന്ന. സ്വന്തം ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. പാത്ത മാതിരി തോന്നുന്നത് കറക്റ്റാ, ஞாபகம் വരുന്നില്ലേ? 21 വർഷമാച്ചില്ലേ? എനിക്ക് തിരിയും, അറിവല്ലേ? ന്യൂസ് പേപ്പർ ഞാൻ പാത്രിക്ക് തൂക്കിക്കൊല്ലാൻ പോവല്ലേ? തപ്പാൻ നനയ്ക്കാതറിവ്. അവർക്ക് വന്ന് ബുദ്ധി ലേശം കമ്മി. പറവായില്ലേ, എന്നെങ്കിലും ഒരിക്കൽ അത് നടക്കുമല്ലോ. അമ്മ ചൊല്ലിയാച്ച. അമ്മയുടെ അടുത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കാൻ. അതും അമ്മ ചൊല്ലിയാച്ച. എന്താ കനിമൊഴി, അതിനെയും ചിന്തിച്ചുകൂടെ? എന്താ അറിവ്, നീ പറഞ്ഞ ഏത് കാര്യമാ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ആദ്യം ചിന്തിച്ചപ്പോ വിഷമം തോന്നി, പിന്നെ തോന്നി എന്റെ വിഷമം കാരണം ഞാൻ അപ്പാവേയും അമ്മാവേയും സകലരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ അറിവും മറ്റെല്ലാവരും പറയുന്നത് പോലെ കല്യാണം കഴിക്കുന്നതല്ലേ ശരിയെന്ന്. അറിവ്, ഞാൻ മുടിവെടുത്തിട്ടെ ഞാൻ കല്യാണം பண்ண പോറേ. ഈ വരുന്ന ഒക്ടോബർ 25 എനിക്ക് കല്യാണം. സന്തോഷം താനേ? സന്തോഷം, സന്തോഷം കനിമൊഴി. ആശീർവാദം വാങ്ങുന്നതിനാ ഞാൻ വന്നത്. കടവുൾ മേലെ നൻപിക്കേരിക്ക് എനിക്ക് ഉന്മേലെന്ന് തെരിയില്ലേ. ஆனால் ആശീർവാദം பண்ணுங்க. എന്റെ മനസ്സും എന്നിലെ മുഴുവൻ നന്മയും നിന്റെ നല്ല ജീവിതം ആഗ്രഹിക്കും. എന്നാങ്ക ഇത് തലയിൽ കൈ വെച്ച് ആശീർവാദം பண்ணுங்க. എന്നാങ്ക ഇങ്ങ് ചേർന്ന് നില്ലുங்க. അറിവ്, പൊണ്ണിനെയും കല്യാണം பண்ண போற മാപ്പിളയെയും ഒരുമിച്ച് ആശീർവാദം பண்ணுங்க. വാങ്ങോ. എന്നാ കനിമൊഴി ഇത്? ഇവരാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ? ആമാ അറിവ്. ബുദ്ധി ലേശ കമ്മി
പറവയില്ലേ, എന്തായാലും നീ സന്തോഷമായിരിക്കണം. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നൊരു വേദന ഇനി നിനക്ക് വേണ്ട. ഇവരുടെ മേൽ ഒരു കോടതിയും വധശിക്ഷയ്ക്ക് ഉത്തരവിട്ടിട്ടില്ല അറിവ്. ഉള്ള കാലം എന്റെ പുരുഷനായി എന്റെ കൂടെ തന്നെ ഉണ്ടാകും. അതുപോലെ അത് പോതും അറിവ്, അത് പോതും. ഞങ്ങള് പൊയ്ക്കോട്ടെ അറിവ്, ഞങ്ങള് പൊയ്ക്കോട്ടെ. ഞങ്ങൾ പോയിക്കോട്ടെ മാമ. പോങ്കെ. എന്നേക്കാൾ എത്രയോ മേലെയാണ് പളനി. പോയി സന്തോഷമാവാകെ. സന്തോഷം വാങ്ങോ.